എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഏതൊരു ക്യാമ്പയിൻ നടത്തുമ്പോഴും ആ ക്യാമ്പയിന്റെ തലക്കെട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അതങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ലോകത്ത് ഏതൊരു മനുഷ്യനെ സംസ്കരിക്കാനും ഏതൊരു മനുഷ്യനെ മാറ്റാനും ഏതൊരു മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് തിരിച്ചു വിളിക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ഉത്തമമായ ഔഷധം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് എന്റെ നിഗമനമല്ല, നമ്മൾ കണ്ടുപിടിച്ച സംഗതിയല്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കം ഈ ലോകത്ത് വന്ന 1,00,000-ലേറെയുള്ള പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാർ മുഴുവനും ഈ ലോകത്ത് വന്നത് തിന്മയിൽ മുങ്ങിപ്പോയ ഒരു ജനതയെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോ നമ്മൾ പറയാറില്ലേ, ലോകം പറ്റ നശിച്ചുപോയി, പറ്റ വൃത്തികെട്ടുപോയി, എല്ലാ തോന്നിയാസങ്ങളും ലോകത്തുണ്ട്. പൊന്നാര സഹോദര സഹോദരി, ഇന്നുള്ളതിനേക്കാൾ ഇന്ന് നിലവിലുള്ള വൃത്തികേടുണ്ടല്ലോ, ഇതൊക്കെ ഇന്നുള്ളതിനേക്കാൾ ഭീകരമായ രൂപത്തിൽ ലോകത്ത് പണ്ടുണ്ടായിട്ടുണ്ട്. ഇന്ന് പെങ്ങളാരെങ്കിലും നിങ്ങളെ കുട്ടിനെ, ഒരു പെൺകുട്ടി ചെറിയ കുട്ടി പിറന്നേനി, ആ കുട്ടിനെ കൊന്നു നിൽക്കുക, നിങ്ങൾ ആ പെൺകുട്ടിയെ കൊന്ന വിവരം നാളെ പുറത്തറിഞ്ഞാല് നിമിഷങ്ങൾ കൊണ്ട് പോലീസ് വരും, നിങ്ങൾ ജയിലിലാകും, നാടാകെ അറിയും, നാട്ടുകാരൊക്കെ പ്രതിഷേധിക്കും. ഒരു പെൺകുട്ടിയെ കൊല്ലുക എന്നത് കടുത്ത കുറ്റമാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്ത്. എന്നിട്ടും കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന ജാഹിലിയ കാലത്ത് പെൺകുട്ടിയെ കൊല്ലുക എന്നത് ഫാഷനാണ്, സംസ്കാരമാണ്, അഭിമാനമാണ്, അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് കുട്ടി പിറന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടാൽ ആ പിറന്ന കുട്ടി പെണ്ണാണെന്നറിഞ്ഞാൽ അയാളുടെ മുഖം കറുത്ത് അത് വല്ലാത്ത ഒരവസ്ഥയിലാകും. പിന്നെ ഒരു കുഴി കുത്തി ആ കുട്ടിയെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിട്ട് ആ കൈക്കോട്ട് തോളിൽ വെച്ച് അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ അഭിമാനത്തോടു കൂടി പറയും, എനിക്ക് പിറന്ന പെണ്ണിനെ ഞാൻ കുഴിച്ചു മൂടിയിരിക്കുന്നു. ആളുകൾ അയാളെ അഭിനന്ദിച്ച് അനുമോദിച്ച് അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് ആശീർവദിച്ച് അയാളെ പറഞ്ഞയക്കുന്ന ഒരു കാലം ഈ ലോകത്തുണ്ടായിരുന്നു. നിങ്ങളൊക്കെ മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോഴേ ചരിത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ പോകലില്ലേ? മക്കയില് മസ്ജിദുൽ ഹറമിന്റെ മുമ്പില് ദാറു തൗഹീദ് എന്ന ആ ഹോട്ടൽ സമുച്ചയത്തിന്റെ ഭാഗത്തായിട്ട് ഒരു 2 ഏക്കറോളം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മണ്ണുണ്ട്. മക്കയില് 1 ഇഞ്ച് മണ്ണിന് കോടിക്കണക്കിന് ഡോളറുകൾ വിലമതിക്കുന്ന നാടാ. ആ നാട്ടിലുണ്ട് ഒരു 2 ഏക്കറോളം മണ്ണിങ്ങനെ വെറുതെ ഒഴിഞ്ഞു കിടക്കുക. അതിന്റെ മേലെ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. ആ റോഡിൽ നിന്ന് താഴേക്ക് നോക്കിയാല് കറുത്ത മണ്ണ്, ഒഴിഞ്ഞു കിടക്കുന്ന മണ്ണ്. അവിടെ ഒരു ബോർഡ് കാണാം. എന്താണ് ആ ബോർഡ് എന്നറിയോ? അതൊരു മഖ്ബറയാണ്. എന്താ മഖ്ബറ പറഞ്ഞാല്? ഒരു ഖബർസ്ഥാനാണ്. ആ ഖബർസ്ഥാനിന് ഒരു പേരുണ്ട്. ആ ഖബർസ്ഥാനിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾ കേൾക്കുന്ന ഒരു സംഗതിയുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന ഇന്ന് ഇടിച്ചു നിരത്തി വലിയ കോംപ്ലക്സുകൾ പണിത ഒരു കുന്നിന്റെ മേഖല ഉണ്ടായിരുന്നു. ജബൽ ഉമർ എന്നാണ് ആ പ്രദേശം അറിയപ്പെടുക. ആ പ്രദേശത്ത് പാർത്തിരുന്ന ആളുകൾ അവരുടെ വീടുകളിൽ പിറക്കുന്ന പെൺകുട്ടികളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയിരുന്ന ഇടമായിരുന്നു അത് എന്ന് എവിടെയൊക്കെയോ രേഖപ്പെടുത്തിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വെറുതെ നിന്നാലേ നമ്മുടെ കാതിലൂടെ കടന്നു പോകുന്ന കാറ്റിൽ പോലും പെൺകുഞ്ഞുങ്ങളുടെ ഗദ്ഗതങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ചരിത്രം അത്രമേൽ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരിടമാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് അങ്ങനെ പെൺകുട്ടികളെ കുഴിച്ചു മൂടുക എന്നത് ഒരു തെറ്റല്ല എന്ന് മാത്രമല്ല, അതൊരു അഭിമാനമായി കണ്ടിരുന്ന ഒരു കാലം ലോകത്തുണ്ടായിരുന്നു. സ്വർഗരതി എന്നൊക്കെ പറഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് വെറുപ്പ് തന്നെയാണ്. സംഗതി അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഒരു വൃത്തികെട്ട പരിപാടി എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സ്വർഗരതി ഒരു നാടിന്റെ സംസ്കാരമായി അംഗീകരിച്ച ഒരു കാലമില്ലായിരുന്നു ഈ ലോകത്ത്. ലൂത്ത് നബി വന്ന സമൂഹം, ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞയച്ചു.
ആ മലക്കുകള് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് വന്നത് നല്ല സുമുഖന്മാരായ, നല്ല സുന്ദര കുട്ടപ്പന്മാരായ, നല്ല ചോക്ലേറ്റ് രൂപത്തിലാ അവര് ആ വീട്ടിക്ക് വന്നത്. അതും അള്ളാന്റെ ഒരു പരീക്ഷണ. ലൂത്ത് നബിക്ക് ആകെ പേടിയായി, പഠിച്ചോനെ ഇത്ര ചൊറുക്കുള്ള ചെറുപ്പക്കാര് എന്റെ വീട്ടിൽ വന്നാല് ഈ നാട്ടിലെ മനുഷ്യന്മാരാവട്ടെ വല്ലാത്ത മനുഷ്യന്മാരാ, ഈ ഭംഗിയുള്ള ചെറുപ്പക്കാരെ കണ്ടാല് ഓല് പിടിച്ചു വലിച്ചു കൊണ്ട്. നമ്മളൊക്കെ ചില രാത്രിയിലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ കൂടെ നമ്മുടെ പെൺമക്കളോ നമ്മുടെ സ്ത്രീകളോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ പേടി തോന്നാറില്ലേ? പടച്ചോനെ ഒരു ജാതി വൃത്തിയട്ട മനുഷ്യന്മാരുള്ള സ്ഥല, ഞാൻ ഇവരെയും കൊണ്ട് എന്താ ചെയ്യുക എന്ന് ബേജാറാവാറില്ലേ? ലൂത്ത് നബി ബേജാറായി. ആരും അറിയണ്ട, നിങ്ങൾ ഈ വീട്ടിലുള്ള വിവരം ആരും അറിയണ്ടട്ടോ. അദ്ദേഹം പേടിച്ച്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ചതിച്ച്. ഭാര്യ അടുക്കളവാതിലൂടെ പുറത്തേക്ക് ഓടിയിട്ട് നാട്ടുകാരോട് പോയി പറഞ്ഞ്, നിങ്ങളിങ്ങനെ പൊട്ടന്മാരെ നിന്നോളി, ഞങ്ങളെ വീട്ടിൽ ആരാ വന്ന് നോക്കാണി, എന്തോ ഒരു ചൊറുക്കുള്ള മനുഷ്യന്മാരെ വന്ന്, അങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവൂല. ഭാര്യ വാർത്ത പ്രചരിപ്പിച്ച് ആളുകള് ലൂത്ത് നബിയുടെ വീട്ടിലേക്ക് തന്നെ പാഞ്ഞു വരല്ലേ, ചായ കുടിക്കാൻ വരില്ല, ഓലെ കാണാൻ വരില്ല. അവർക്ക് ഇവരെ കിട്ടണം. എന്തിനാണ്? വീട്ടിൽ കൊണ്ടുപോയിട്ട് ചോറ് കൊടുക്കാനല്ല, അവരുടെ വൃത്തികെട്ട ലൈംഗിക പ്രവൃത്തിക്ക് അവർക്ക് ഈ ചെറുപ്പക്കാരെ കിട്ടണം. ഒരു മടിയില്ല, ഒരറപ്പില്ല, ഒന്നുമില്ല. അവർ ഒന്നായിട്ട് കയറി വന്ന് ലൂത്ത് ഇങ്ങോട്ട് പറഞ്ഞയക്ക്. ലൂത്ത് നബി വാതിൽ കൊട്ടിയടച്ച് ഇങ്ങോട്ട് വരരുത്. ആളുകൾ തിരമാല പോലെ വന്ന് ലൂത്ത് നബിയുടെ വീടിന്റെ മുമ്പിൽ ആർത്തലച്ച് പച്ചക്ക് പരസ്യത്തില് ലൂത്ത് അവരങ്ങോട്ട് കൊണ്ട, ഞങ്ങൾക്ക് അവരെ വേണം, ഞങ്ങൾ അവരെ ഉപയോഗിക്കട്ടെ. ഒരു നാട് മുഴുവനും, ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാരല്ല, ഒരു നാട്. ലൂത്ത് നബി പറഞ്ഞു, പൊന്നാര കൂട്ടരെ എന്നെ അപമാനിക്കരുത്, ഇതിന്റെ വിരുന്നുകാരാണ്. അദ്ദേഹത്തിന് അറിയില്ലട്ടോ എന്റെ വീട്ടിൽ വന്ന് മലക്കുകളെന്നില്ല അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം പേടിച്ചത്. അദ്ദേഹം പറഞ്ഞു, എന്റെ അതിഥികളെ മുമ്പിൽ നിങ്ങൾ ഇന്നെ അനാദരിക്കരുത്, അവരെന്റെ അതിഥികളാണ്. റസൂലുള്ള മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തന്റെ വീട്ടില് പട്ടിണിയായപ്പോ തന്റെ പടയങ്കി ഒരു ജൂതന് പണയം വെച്ചിട്ട് അതുകൊണ്ട് കിട്ടിയ ഏതാനും ഇടങ്ങഴി ഗോതമ്പ് കൊണ്ടാണ് പ്രവാചകന്റെ വീട്ടിൽ തീ പുകഞ്ഞത്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങളെ കൂട്ടത്തിൽ വലിയ വലിയ പൈസക്കാരില്ലായിരുന്നോ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഉണ്ട്. മുസ്ലിങ്ങളെ കൂട്ടത്തിൽ വലിയ പൈസക്കാരുണ്ട്. അവരോട് റസൂൽ ഒന്ന് പറഞ്ഞാ മതി, നോക്കി എന്റെ വീട്ടില് കഞ്ഞി വെക്കാൻ അരിയില്ലട്ടോ എന്ന് പറഞ്ഞാ മതി, പ്രവാചകന്റെ വീട് അവര് ഗോതമ്പ് കൊണ്ട് നിറക്കൂലേ? എന്നിട്ട് എന്റെ റസൂല് തന്റെ പടയങ്കി ഒരു ജൂതന് കൊണ്ടേ കൊടുത്ത്. ഇസ്ലാമിന്റെ 1-ാം നമ്പർ ശത്രുവായ ജൂതൻ എന്താ കൊടുത്ത്? ഒന്നുമല്ല, 2 കാര്യം. ഒന്ന്, തന്റെ വീട്ടിലെ പ്രാരാബ്ദം ആരും അറിയാൻ പാടില്ല. നിങ്ങൾക്കറിയോ, റസൂലുള്ളാന്റെ വീട്ടില് കഞ്ഞി വെക്കാൻ ഗതിയില്ലാന്നും പടയങ്കി പണയം വെച്ചിട്ട് കിട്ടിയ ഗോതമ്പ് കൊണ്ടാണ് റസൂലുള്ളാന്റെ വീട്ടില് അന്ത്യദിവസങ്ങളിൽ പ്രവാചകന്റെ അടുക്കളകൾ പുലർന്നതെന്നും മുസ്ലിം ലോകം അറിഞ്ഞത് എന്നാണ് നിങ്ങള്. അള്ളാന്റെ റസൂലും മരിച്ചതിന് ശേഷം പ്രവാചകന്റെ ഭാര്യമാര് പറഞ്ഞത്, റസൂലുള്ളാന്റെ അവസാന കാലം എങ്ങനെ ഇനി സ്വന്തം വീട്ടിലെ പ്രാരാബ്ദങ്ങളും സ്വന്തം ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും മറ്റൊരാളെ അറിയിക്കാതെ അള്ളാഹുവിന്റെ ഹബീബ് ജീവിച്ചു. രണ്ടാമത്തെ കാരണം എന്താ? നിങ്ങള് മുസ്ലിങ്ങളോട് പറഞ്ഞാൽ അവർ കൊടുക്കും, അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും. പക്ഷേ പ്രവാചകന് ഔദാര്യങ്ങൾ വേണ്ട. ഒരു ജൂതന് കൊടുത്താലേ കണക്കിനുള്ളതേ കിട്ടൂ. 10 തെരഞ്ഞെടുത്ത് 9 തരൂ. അതാ റസൂലിന് ഇഷ്ടം. ഒരാളുടെ ഔദാര്യം പറ്റാതെ ഒറ്റക്ക് ജീവിക്കാനായാൽ അതാണ് പ്രവാചകൻ ഇഷ്ടം. അതുകൊണ്ടാണ് ആ പടയങ്കി ഒരു ജൂതന് പ്രവാചകൻ പടയങ്കി പണയമായി കൊടുത്തത് എന്ന് ചരിത്രം വിശദീകരിക്കുന്നവർ സംസാരിക്കുന്നുണ്ട്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിനെ ഏറ്റവുമേറെ സൂക്ഷിച്ച് ജീവിച്ചിട്ട് പ്രവാചകന്റെ ജീവിതത്തിൽ പട്ടിണി ഉണ്ടായി, പ്രാരാബ്ദമുണ്ടായി, കഷ്ടപ്പാടുണ്ടായി. അള്ളാഹുവിന്റെ ഹബീബ് മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പേ പ്രവാചകൻ കിടക്കുന്നത് പ്രിയപ്പെട്ട പത്നി ആയിഷാ ബീവിയുടെ വീട്ടിലാ. ആയിഷാ ബീവിയുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ പാത്രമെടുത്ത് ആയിഷാ ബീവി അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചിത്രമുണ്ട് ചരിത്രത്തിന്റെ ഇരുണ്ട രാത്രികളിൽ. എന്തിനാ പോണേന്നറിയോ? പ്രവാചകൻ രോഗിയായി കിടന്നപ്പോ റസൂലുള്ളാന്റെ ശരീരത്തിന്റെ ഭാഗത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടി കത്തിച്ചു വെച്ച ഒരു എണ്ണ വിളക്കുണ്ടായിരുന്നു. ആ എണ്ണ വിളക്കിലെ എണ്ണ തീർന്ന് ആ വിളക്ക് കെട്ടുപോയി. ലോകത്തിന്റെ രാജാവ് അഷ്റഫുൽ ഖൽഖ്, ആ
അഷ്റഫുൽ ഖൽഖ് അവസാന നിമിഷങ്ങളിലേക്ക് നീളുന്ന സമയത്തെ പ്രവാചകന്റെ അടുത്ത് കത്തിച്ചു വെച്ച എണ്ണവിളക്കിലെ എണ്ണ തീർന്ന് കരിന്തിരി കത്തി ആ വിളക്ക് കെട്ടുപോയപ്പോ ആ വീട്ടിലോ വിളക്കിലൊഴിക്കാൻ ഇത്തിരി എണ്ണ കടം വാങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുട്ടിന്റെ മറ പറ്റി അടുത്ത വീട്ടിലേക്ക് പോകുന്ന സങ്കടത്തിന്റെ ചിത്രം ചരിത്രത്തിൽ നമുക്ക് വായിക്കാനാവും. ഞാൻ പറഞ്ഞത് അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കും എന്ന് പറഞ്ഞ സൂക്ഷിപ്പ് ഈ ഭൗതികമായ സൂക്ഷിപ്പല്ല, നേരെ മറിച്ച് ജീവിതത്തിൽ തെറ്റുപറ്റാതെ വേണ്ടാത്തരങ്ങളിലേക്ക് പോകാതെ വൃത്തികേടുകളിലേക്ക് പോകാതെ തോന്നിവാസങ്ങളിലേക്ക് പോകാതെ ഹറാമുകളിലേക്ക് പോകാതെ ഹലാലിന്റെ വഴിയിലൂടെ പോകാൻ ഒരു ചോദനയായി, ഒരു പ്രചോദനമായി, ഒരു തോന്നലായി, തിന്മക്കെതിരെ ഒരു പ്രതിരോധമായി അല്ലാഹുവിന്റെ സൂക്ഷിപ്പ്, അല്ലാഹുവിന്റെ ബോധം നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുസ്സലാം പാലപ്പറ്റ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മുടെ മക്കളുടെ ഇന്നത്തെ ക്യാമ്പസുകളുടെ അവസ്ഥയെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ കേട്ടു. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. നമ്മുടെ മക്കളെ നിയന്ത്രിക്കാനോ മക്കളോട് കാര്യം പറയാനോ സാധിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ പടുത്തി ചുങ്കത്ര നജാത്തിന്റെ സ്കൂളിലേക്കുള്ള കുട്ടികളുടെ അഡ്മിഷന്റെ ഇന്റർവ്യൂ ആയിരുന്നു കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ. 50 കുട്ടികൾ വേണ്ടിടത്ത് 100-ലേറെ കുട്ടികൾ ഇന്റർവ്യൂവിന് വന്നപ്പോ എല്ലാ രക്ഷിതാക്കൾക്കും പറയാനുള്ള എന്താ അറിയോ? പൈസ ഉണ്ട്, വീടുണ്ട്, സ്കൂള് തൊട്ടടുത്തുണ്ട്, എത്ര പണം ചെലവാക്കാനും ഞാൻ റെഡിയാണ്. പക്ഷെ പ്രശ്നം എന്താ അറിയോ? പറഞ്ഞാ കേൾക്കൂല, ഞാൻ പറഞ്ഞാ കേൾക്കൂല, അവന്റെ ഉമ്മ പറഞ്ഞാ കേൾക്കൂല, ആര് പറഞ്ഞാലും കേൾക്കൂല. അതുകൊണ്ട് പേടിയാണ്. എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ഇവിടെ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന സ്വന്തം മക്കളുടെ മുമ്പിൽ തോറ്റുപോയ മാതാപിതാക്കളെ, നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ട പ്രവാചകന്റെ മാതൃകന്താരങ്ങള് നമ്മുടെ മക്കളെ തിന്മയുടെ കയത്തിലേക്ക് വീണു പോകാതെ അവരെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ മക്കളുടെ കണ്ണിന്റെ UK-യിലേക്കാണ്, കാനഡയിലേക്കാണ്, ഓസ്ട്രേലിയയിലേക്കാണ്, ബാംഗ്ലൂരിലേക്കാണ്, കോയമ്പത്തൂരിലേക്കാണ്, മംഗലാപുരത്തേക്കാണ് പ്രായപൂർത്തിയായ നമ്മുടെ മക്കള് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് അവർ പോകുമ്പോ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന കേൾവികളും വർത്തമാനങ്ങളും വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ പോകുമ്പോ പോകണ്ട എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കൂല, അവർ പോകും. അതുകൊണ്ട് ആ പോകുന്ന സമയത്ത് മക്കളെ ചേർത്ത് പിടിച്ച് ആ കണ്ണിന്റെ ആഴങ്ങളിലേക്ക് നോക്കിയിട്ട് ആ മക്കളോട് നമ്മൾ പറയണം, മക്കളെ അല്ലാഹനെ മറക്കരുതിട്ടോ, ഉമ്മാനെ മറക്കരുതിട്ടോ. നമ്മൾ പറയും, മക്കളെ ഉമ്മാനെ ഇടക്കിടക്ക് വിളിക്കണം കേട്ടോ. അപ്പൊ പറയും, ഇടക്കിടക്ക് വിളിക്കണം കേട്ടോ. നിങ്ങൾ പറയണം, മക്കളെ അല്ലാഹുവിനെ മറക്കരുത് കേട്ടോ. ഇടക്കിടക്കല്ല, ജീവിതത്തിന്റെ എല്ലാ സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ ആ മനുഷ്യനെ പടച്ച റബ്ബ് സംരക്ഷിക്കും എന്ന പ്രവാചകന്റെ വാക്ക് നമ്മൾ മനസ്സിൽ കുറിച്ചു വെക്കണം. നമുക്ക് നന്നാവണോ? അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. നമ്മുടെ മക്കൾക്ക് നന്നാവണോ? അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. നമ്മുടെ നാടില് ചുറ്റുപാടുകളെ നന്നാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞോളി, അല്ലാഹനെ കുറിച്ച് പഠിപ്പിച്ചോളി, അല്ലാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തോളി. അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം ഏതൊരു മനുഷ്യന്റെ മനസ്സിലേക്ക് ഉള്ളിന്റെ ഉള്ളിലേക്ക് കടത്തി വെക്കാൻ നമുക്ക് സാധിച്ചോ ആ മനുഷ്യനിൽ മാറ്റത്തിന്റെ വലിയ 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 മാറ്റങ്ങൾ ഉണ്ടാവും. അവന്റെ സംസാരങ്ങളിൽ, അവന്റെ വാക്കുകളിൽ, അവന്റെ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സംസാരത്തിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുക. അതായത് ഉത്കൃഷ്ടമായ ഒരു സമൂഹമാവണം എന്ന് പറയുമ്പോൾ ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് അവരുടെ MLA-മാരുടെ എണ്ണം കൂടുമ്പോഴല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് മന്ത്രിമാരുടെ എണ്ണം കൂടുമ്പോഴല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് അവർ ഭരണപക്ഷത്തിലാകുമ്പോഴോ പ്രതിപക്ഷത്താകുമ്പോഴോ അല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണം കൊണ്ടല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുതൽ കൊണ്ടല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം കൂടുതൽ കൊണ്ടല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് റാങ്ക് ലിസ്റ്റുകളിൽ എണ്ണം കൂടുമ്പോഴല്ല. ഒരു സമൂഹം ഉത്കൃഷ്ടമാകുന്നത് ആ സമൂഹത്തിലെ വ്യക്തികൾ
വ്യക്തികളുടെ മനസ്സിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കടന്നു വരുമ്പോഴാണ്, പരലോകബോധം കടന്നു വരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഉത്കൃഷ്ടത എന്ന് പറയുന്നത് അവന്റെ സൗന്ദര്യമോ അവന്റെ സമ്പത്തോ അവന്റെ സ്വാധീനമോ അവന്റെ നാട്ടിലുള്ള മറ്റുള്ളവർക്കിടയിലുള്ള സ്ഥാനമാനങ്ങളോ അല്ല, അവന്റെ ഉള്ളിലെ ഈമാനാണ് എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതെന്ന് സാധിക്കുന്നുവോ അന്ന് മാത്രമേ ഒരു ഉത്കൃഷ്ട സമൂഹത്തിന്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കൂ. ഞാനൊരു ചെറിയ ചരിത്രം കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സാധു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സാഹിർ എന്നാണ്. ZAHIR, സാഹിർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു അടിമയാണ്. ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന് അറേബ്യയുടെ മനുഷ്യ ചന്തകളിൽ കുറഞ്ഞ വിലക്ക് വിറ്റ് ആരോ വാങ്ങി മൃഗങ്ങളെക്കാൾ താന്ന ജോലിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു അടിമയാണ് സാഹിർ. സാഹിർ ഉയരം കുറഞ്ഞ കറുത്ത ശരീരമുള്ള, ചുരുണ്ട മുടിയുള്ള, പതിഞ്ഞ മൂക്കുള്ള, പല്ലുകൾ പുറത്തേക്കുന്തിയ, കാണാൻ സൗന്ദര്യമില്ലാത്ത, വിരൂപനായ, ആരോഗ്യം കുറഞ്ഞ, വില കുറഞ്ഞ ഒരടിമയാണ് സാഹിർ. പക്ഷേ പ്രവാചകൻ അദ്ദേഹത്തെ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് പ്രവാചകനെ ഇഷ്ടമാണ്. സാഹിർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. സാഹിറിന്റെ ജീവിതത്തിൽ നന്മകളുണ്ട്. സാഹിറിന്റെ മനസ്സിൽ തഖ്വയുണ്ട്. അതുകൊണ്ട് പ്രവാചകന് സാഹിറിനെ ഇഷ്ടമാണ്. ഒരിക്കൽ മദീനയിൽ പ്രവാചകൻ മദീനയിലെ മാർക്കറ്റിലൂടെ തന്റെ കൂട്ടുകാരുടെ കൂടെ നടക്കുമ്പോ സാഹിർ തന്റെ യജമാനു വേണ്ടി കഠിനമായിട്ട് പണിയെടുക്കുന്നു. ഭാരമുള്ള ചാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെച്ച് അയാൾ കഷ്ടപ്പെടുന്നുണ്ട്. അയാളെ സഹായിക്കാൻ ആരുമില്ല, ആരും അയാളെ പരിഗണിക്കുന്നില്ല. അയാളുടെ കുറിയ കറുത്ത ശരീരത്തിലൂടെ സൂര്യന്റെ ചൂട് കൊണ്ട് വയർപ്പിങ്ങനെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നുണ്ട്. അയാൾ തളർന്നിട്ടുണ്ട്. പക്ഷേ വിശ്രമിക്കാൻ സമയമില്ല. വിശ്രമിച്ചാൽ യജമാനന്റെ ചാട്ടവാറ് അയാളുടെ പുറത്തുകൂടി പതിക്കുന്നുണ്ട്. അതുകൊണ്ട് സാഹിർ കഠിനമായ അധ്വാനത്തിലാണ്. തന്റെ ചുറ്റുഭാഗത്ത് ആര് പോകുന്നു അദ്ദേഹം കാണുന്നില്ല. ചുറ്റുഭാഗത്ത് എന്ത് നടക്കുന്നു അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം ഒരേ അധ്വാനത്തിലാണ്. തന്റെ തളർന്ന കാലുകൾ വലിച്ചടച്ച് ആ വയർപ്പിൽ സാഹിർ അങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുക, ചാട്ടവാറിനെ പേടിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. പ്രവാചകൻ പതുക്കെ സാഹിറിന്റെ പിന്നിലെത്തി. അയാൾ കാണാതെ ഒരു കൈ കൊണ്ട് അയാളെ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു. മറ്റേ കൈ കൊണ്ട് അദ്ദേഹത്തിന്റെ 2 കണ്ണുകൾ പ്രവാചകൻ പൊത്തിപ്പിടിച്ചു. നമ്മളൊക്കെ ഏറെ ഇഷ്ടമുള്ള ആളുകളെ ഒരുപാട് കാലം കാണാതെ വരുമ്പോ എവിടെയെങ്കിലും പെട്ടെന്ന് കാണുമ്പോ പിന്നാലെ ചെന്ന് കാണാതെ കണ്ണു പൊത്താറുണ്ടായിരുന്നില്ലേ? പണ്ടൊക്കെ ഇപ്പാരങ്ങനെ പൊത്താറില്ല. കാരണം പൊത്തിയവന്റെ തൊള്ളിന്ന് ചിലപ്പോ ചീത്തക്കാരെ കേൾക്കുക. അതുകൊണ്ട് ആരും റിസ്ക് എടുക്കാറില്ല. പണ്ടൊക്കെ നമ്മൾ കണ്ണു പൊത്താറുണ്ടായിരുന്നു. സ്നേഹത്തിന്റെ ആഴം കൊണ്ടാണ് പ്രവാചകൻ സാഹിറിന്റെ കണ്ണുപൊത്തി മറുകൈ കൊണ്ട് അദ്ദേഹത്തിന്റെ നഗ്നമായ വയർപ്പൊഴുകുന്ന ശരീരത്തെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. സാഹിർ ബേജാറായല്ലോ. സാഹിർ ബേജാറായി. ആരാത് എന്നെ ചേർത്ത് പിടിക്കാൻ? ചാട്ടവാറിന്റെ അടിയല്ലാതെ തന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ ആരാവടുള്ളത്? അദ്ദേഹം ഒച്ച വെച്ചു, അർസിൽനി, എന്നെ വിടൂ, എന്നെ വിടൂ. ആരാ എന്നെ പിടിച്ചിരിക്കുന്നത്? കണ്ണ് കാണുന്നില്ല, എന്നെ വിടൂ. പ്രവാചകൻ അദ്ദേഹത്തിന്റെ കണ്ണിലെ കൈ പതുക്കെ എടുത്തിട്ടേ പ്രവാചകന്റെ മുഖം അദ്ദേഹത്തിന്റെ മുഖത്തോട് ചേർത്ത് വെച്ചു. തന്റെ മുഖത്തോട് ചേർന്ന് നിൽക്കുന്ന 14-ാം രാവ് പോലെ പ്രകാശിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ മുഖം കണ്ടപ്പോ സാഹിർ വല്ലാതായി പോയി. അയാൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയാണത്. അയാൾ വല്ലാത്ത അമ്പരപ്പിലായി. റസൂലേ, അങ്ങ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അതിങ്ങനെ പൊന്തിച്ചു പിടിച്ചിട്ട് ഒരു തമാശ പറഞ്ഞു. എന്താ തമാശ? എന്താ? ഒരു സാധനം വിൽക്കാണ്ട്, നല്ല സാധനാണ്, നല്ല വില കിട്ടിയാ വിൽക്കും. ആരെ? മായിസിന്റെ കൈ അല്ല, ഈ സാഹിറിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ടാ പറഞ്ഞേ, ദാ വിൽക്കാണ്ടിട്ടോ, നല്ല സാധനാണ്, നല്ല വില കിട്ടിയാ വിൽക്കും. തമാശക്ക്. സാഹിർ സങ്കടത്തോടെ പ്രവാചകനോട് പറഞ്ഞു, ഹബീബേ, ഈ സാഹിറിന് ആര് വില പറയും? ആരോഗ്യമല്ല, അടിമയാണ്, കാണാൻ ഭംഗിയില്ല, പണിയെടുക്കാൻ പറ്റൂല, ക്ഷീണിച്ചിട്ടുണ്ട്. ഈ തളർന്ന ഒന്നിനും പറ്റാത്ത വയസ്സായ മൃഗത്തിനെ പോലെയായ ഈ സാഹിറിന് ആര് വില പറയും റസൂലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹിറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാതിൽ പറഞ്ഞ ഒരു മന്ത്രമുണ്ട്. എന്താ അറിയോ? സാഹിറെ, താങ്കൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വിലയുള്ളവനാണ്. പോരെ? സാഹിറെ, താങ്കൾ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വിലയുള്ളവനാണ്.
അതുകൊണ്ടാണ് ഞാൻ താങ്കളെ പറ്റി അങ്ങനെ പറഞ്ഞത് അല്ലേ? പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നമ്മുടെ വില എന്താവട്ടെ, കുടുംബത്തിൽ നമ്മുടെ വില എന്താവട്ടെ, മക്കൾക്കിടയിൽ നമ്മുടെ വില എന്താവട്ടെ, ആ വിലക്ക് വേണ്ടി തോന്നിയാസത്തിന്റെ പിന്നാലെ പോകരുത്. മക്കൾക്ക് മുമ്പിൽ വിലയുണ്ടാക്കുവാൻ വേണ്ടി 1.5 ലക്ഷത്തിന്റെ മൊബൈൽ ഫോണുമായി 10ാം ക്ലാസ്സുകാരന്റെ മുമ്പിലേക്ക് വന്ന് അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അതിനേക്കാൾ നല്ലത് ഒരു AK-47 ആ കുട്ടിയുടെ കയ്യിലേക്ക് വാങ്ങിക്കൊടുക്കലാണ്. 10ാം ക്ലാസ് ജയിച്ചതിന്റെ പേരിൽ മക്കൾക്ക് മുമ്പിൽ വിലയുണ്ടാവാൻ 15 വയസ്സ് തികഞ്ഞ മകന്റെ കയ്യിലേക്ക് മോട്ടോർ സൈക്കിളിന്റെ ചാവി കൊടുക്കുന്ന രക്ഷിതാക്കളെ, അതിനേക്കാൾ നല്ലത് ഒരു ശവപ്പെട്ടി വാങ്ങിക്കൊടുക്കലായിരിക്കും നിങ്ങൾക്ക് നല്ലത് അല്ലേ? മക്കളുടെ മുമ്പിൽ വിലയുണ്ടാകുവാൻ വേണ്ടി അവരാവശ്യപ്പെടും പോലെ ടൂർ പോകാൻ, വിനോദയാത്രകൾക്ക് ആരുടെയെങ്കിലും കൂടെ 10-15 ദിവസം ആഘോഷിക്കാൻ മക്കളെ പറഞ്ഞയക്കുമോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ആ മക്കളെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എന്ന ഓർമ്മയെങ്കിലും മനസ്സിലുണ്ടാവണം. നമുക്കുണ്ടാവേണ്ട വില അള്ളാഹുവിന്റെ മുമ്പിലാ. നമുക്ക് വിലയുണ്ടാവേണ്ടതേ അള്ളാഹുവിന്റെ മുമ്പിലാ. അള്ളാഹുവിന്റെ മുമ്പിൽ വിലയുണ്ടാവാൻ എന്താ മാർഗം? അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യന് വിലയുണ്ടാകുന്നതേ ഓന്റെ തഖ്വന്റെ അടിസ്ഥാനത്തിലാ. മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ, സ്വർഗത്തെ ആഗ്രഹിക്കുന്നുണ്ടോ, നരകത്തെ ഭയപ്പെടുന്നുണ്ടോ, അവനാണ് വിലയുള്ളവൻ. ഖലീഫ ഉമർ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ്. ലോകത്തിലെ അക്കാലത്തെ ഏറ്റവും കരുത്തുറ്റ സാമ്രാജ്യത്തിന്റെ അധിപനാണ്. ഉമറിന്റെ പേര് കേട്ടാൽ വിറക്കും ലോകം. പേർഷ്യയും റോമും ഒക്കെ ഉമറിന്റെ സാമ്രാജ്യത്തിന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. തുല്യതയില്ലാത്ത സാമ്രാജ്യമായി ഉമറിന്റെ ഇസ്ലാമിക സാമ്രാജ്യം മാറിയിരിക്കുന്നു. ആ ഉമറിന്റെ ഒരു മകണ്ട് അബ്ദുള്ളക്ക് ഒരു പെണ്ണു വേണം. അബ്ദുള്ളക്ക് പെണ്ണു വേണം. ഉമറിന്റെ മനസ്സിലുണ്ട്, മകൻ പെണ്ണ് കെട്ടാനായിട്ടുണ്ട്, മകൻ ഒരു പെണ്ണു വേണം. അതുകൊണ്ട് തന്നെ ഖലീഫ ഉമറിന്റെ മനസ്സിൽ ആ ചിന്ത ഇങ്ങനെ ഖലീഫ ഉമറിന്റെ മനസ്സിലെ ആ ചിന്ത ഇങ്ങനെ ഉണ്ട്. നമുക്കൊക്കെ ഉണ്ടായില്ലേ? നമ്മളൊക്കെ 2-3 കാര്യം ഒരു പെരണ്ടാക്കാൻ തീരുമാനിച്ചാല് ബസ് പോകുമ്പോഴൊക്കെ എല്ലാ പെരമക്കും നോക്കും. ആ പെരെങ്ങനുണ്ട്, ഈ പെരെങ്ങനുണ്ട്, ആ പെരെങ്ങനുണ്ട്, ഫുള്ള് പെരേക്കാരം. അതേപോലെ മക്കൾക്ക് പെണ്ണാലോചിക്കാനായാല് ഒരു പെണ്ണിനും വെറുതെ വിടൂല. പോണ പെണ്ണുങ്ങളൊക്കെ നോക്കും, പറ്റുമോ പറ്റൂല, അത് വേറെ ആരെങ്കിലും പെണ്ണുങ്ങളാണോ, അതൊന്നും പ്രശ്നമല്ല, നിരത്തി നോക്കും. അത് ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലുണ്ട്, മകന് പെണ്ണ് വേണം. ഒരു രാത്രി തന്റെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ ഇരുട്ടത്ത് ഉമർ ഒറ്റക്ക് നടക്കും വേണ്ടി പാതിരാത്രി ഒരു വീട്ടിൽ നിന്ന് ഒരു സംസാരം കേൾക്കണ്. നിങ്ങൾ കേട്ട കഥയാണ്, ഞാൻ ആവർത്തിക്കല്ല. എന്റെ ഒരു ശബ്ദം, ഡി മോളെ, എന്തേ ഇന്ന് പാല് കുറവല്ലേ, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂട്ടിക്കടാ, എന്നാല് രാവിലെ കുറെ പാല് കൊടുക്ക, കുറെ പൈസ കിട്ടും, നമുക്ക് പട്ടിണിയല്ലേ, അതുകൊണ്ട് ഇത്തിരി വെള്ളം ചേർക്ക്, നമുക്ക് ജീവിക്കണ്ടേ. അപ്പൊ അപ്പുറത്തുനിന്ന് ഉമ്മ പാലില് വെള്ളം ചേർക്കൽ തെറ്റാണെന്ന് ഖലീഫ ഉമർ പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടില്ലമ്മ. അതിലുമ്മാന്റെ മറുപടി, ഡി പൊട്ടത്തിയെ, ഈ പാതിരാത്രി ഉമർ എങ്ങനെയാ അറിയാ? ഉമർ വരുമോ, ഉമർ കാണുമോ? ഉമർ കാണൂലല്ലോ. ഈ പാതിരാത്രി ആരാ കാണുക? മോളെ മറുപടി, ഉമ്മ ആരും കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണൂലമ്മ, ആരും കണ്ടില്ലെങ്കിലും പടച്ചോൻ കാണൂലെന്ന്. ഖലീഫ ഉമറെ ആ വീടിന്റെ ചുമരുമ്മേ കല്ലുകൊണ്ടൊരു അടയാളം വരച്ചു. എന്നിട്ട് പോന്നു. രാവിലെ തന്റെ കൊട്ടാരത്തിലെ ജീവനക്കാരോട് പറഞ്ഞേ, ഈ റോട്ട് കൂടെ ഇങ്ങനെ പോയിട്ടേ ഒരു ചുമരുമ്മേ ഞാൻ അടയാളമിട്ട ഒരു വീടുണ്ട്, ആ വീട്ടിലൊന്ന് കേറിയിട്ട് അന്വേഷിച്ചിട്ട് ആ വീട്ടുകാരെ പറ്റി റിപ്പോർട്ടോടെ കൊണ്ടുവരണം. ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ടായിട്ട് വന്നു. ബാപ്പല്ല, ഒരു സ്ത്രീയും മകളും ഒറ്റക്കാണ്, പാവാണ്, അവര് ആടുകളെ മേച്ചിട്ട് അതിന്റെ പാല് കറന്ന് വിറ്റിട്ട് അതുകൊണ്ട് ജീവിക്കാണ്, ദാരിദ്ര്യമാണ്, കഷ്ടപ്പാടാണ്, എല്ലാം ഉദ്യോഗസ്ഥന്മാര് എല്ലാ റിപ്പോർട്ടും ശരിക്ക് പറഞ്ഞു കൊടുത്തു. ഖലീഫ ഉമർ തന്റെ മകൻ അബ്ദുള്ളയെ വിളിച്ചിട്ട് പറഞ്ഞേ, മോനെ പെണ്ണ് വേണ്ടേ, കല്യാണം കഴിക്കണ്ടേ? വേണം, എന്നാ ചെല്ല്, ആ വീട്ടിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ പറ്റിയാൽ നിനക്കവളെ കല്യാണം കഴിക്കാം. തന്റെ കൊട്ടാരത്തിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകന്റെ രാജകുമാരിയായി കൊട്ടാരത്തിലേക്ക് വരാൻ ഉള്ള പെണ്ണിന് ഖലീഫ ഉമർ നിശ്ചയിച്ച മാനദണ്ഡം എന്താ? പാതിരാത്രിയിലും പടച്ചോനെ പേടിക്കുന്ന ഒരു പെണ്ണാവണം.
എന്താ കാരണം എന്നറിയോ? ആ പാതിരാത്രിയിലും പടച്ചോനെ പേടിക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിലേക്ക് എന്റെ മകന്റെ കൈ ഏൽപ്പിച്ചു കൊടുത്താൽ നരകത്തിന്റെ തീജ്വാലയിലേക്ക് എന്റെ മകനെ അവൾ പറഞ്ഞയക്കൂല എന്ന വിശ്വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലുണ്ടാവും. ഈ ക്യാമ്പയിൻ എന്തിനാണ്, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്തിനാണ് ഇപ്പോ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ചോ? മറ്റൊരു കാരണം കൊണ്ടല്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പൗരത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ തലങ്ങളിലും കനത്ത വെല്ലുവിളികളുണ്ട്. ആരാണ് ആശ്രയമെന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്. അഭയം നമ്മൾ പലയിടത്തും നമ്മൾ അഭയം തേടുന്നുണ്ട്. ഇന്ന ആളുകൾ ഭരിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, ഇന്ന ആളുകളൊക്കെ ജയിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, എന്തൊക്കെയുള്ള തെറ്റായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കി വെച്ചോളി, ഈ ലോകത്ത് ഒരു മുസൽമാന് രക്ഷപ്പെടണോ, പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവണം. പടച്ച റബ്ബിന്റെ സഹായം ഉണ്ടാവണം. അല്ലാതെ ഒരാളുടെ സഹായം കൊണ്ടും ആത്യന്തികമായ രക്ഷ ഒരാളും ആഗ്രഹിക്കണ്ട. ആ പടച്ച റബ്ബിന്റെ സഹായമാവട്ടെ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ, റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചാൽ, അല്ലാഹുവിനെ മുറുകെ പിടിച്ചു ജീവിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാൽപ്പാടുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. തീർന്നില്ല. ലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട. അൻതുമുൽ അഅലൗന, ആർക്കും കീഴ്പ്പെടുത്താനാവാത്ത ഉന്നതന്മാരായി നിങ്ങൾ ഉണ്ടാവും. ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ, MLA-മാരുണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് മന്ത്രിമാരുണ്ടെങ്കിൽ എന്നല്ല, നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ എന്നല്ല, ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഒരൊറ്റ പോംവഴി: ഉത്കൃഷ്ട സമൂഹമാവുക. ഉത്കൃഷ്ട സമൂഹം എന്നാൽ ഉദാത്ത മൂല്യങ്ങളുള്ള വ്യക്തികൾ കൂടിച്ചേർന്ന സമൂഹം. ആ സമൂഹത്തിലെ അംഗം എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നന്മകൾ ഉണ്ടാവട്ടെ, നല്ലതുണ്ടാവട്ടെ, അല്ലാഹു ഉണ്ടാവട്ടെ, ആ ബോധമുണ്ടാവട്ടെ, സ്വർഗത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ടാവട്ടെ, നരകത്തെക്കുറിച്ചുള്ള പേടി ഉണ്ടാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി ഓർമ്മിക്കുക, ഇസ്ലാം എന്നത് ലോകത്തിലെ ഒരു അത്ഭുതമാണ് കേട്ടോ. ഈ ലോകത്ത് എക്കാലത്തുള്ള മനുഷ്യർക്കും ജീവിതത്തോട് ചേർത്തു പിടിക്കാനുള്ള അമൂല്യമായ നിയമമാണ് കേട്ടോ. 1500 കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഈ ലോകത്ത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾക്ക് 1500 കൊല്ലത്തിന്റെ ഇടക്ക് ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി. വെള്ളപ്പൊക്കമുണ്ടായി, ഭൂകമ്പമുണ്ടായി, മഹായുദ്ധങ്ങളുണ്ടായി, മഹാമാരികളുണ്ടായി, സാമ്രാജ്യങ്ങൾ വന്നു, സാമ്രാജ്യങ്ങൾ തകർന്നു, ലോകത്ത് എന്തൊക്കെ ഉണ്ടായില്ലേ. എന്നിട്ടും 1500 കൊല്ലമായിട്ടും മാറ്റമില്ലാതെ ചില വാക്കുകൾ, ചില നിർദ്ദേശങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില കൽപ്പനകൾ, ചില നിരോധങ്ങൾ ഈ ലോകത്ത് ബാക്കി നിൽക്കുക. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഉത്തമമായ ഉത്കൃഷ്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കണോ? കഷ്ടപ്പെടണ്ട. അല്ലാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഈ ദീനിന്റെ മൂല്യങ്ങളിൽ നിന്ന് നമ്മളെ നശിപ്പിച്ചു കളയാൻ ശക്തമായ ശ്രമങ്ങളുണ്ട്. ലിബറൽ വാദങ്ങളുണ്ട്, നിരീശ്വരവാദങ്ങളുണ്ട്. കലകളിലൂടെ, സാഹിത്യത്തിലൂടെ, സിനിമകളിലൂടെ, രാഷ്ട്രീയത്തിലൂടെ പല നിലക്ക് നമ്മുടെ ഉള്ളിലെ ദൈവവിശ്വാസത്തെ, തൗഹീദിനെ നശിപ്പിച്ചു കളയാൻ കഠിനമായ ശ്രമങ്ങളുണ്ട്. പൗരോഹിത്യത്തിന്റെ വലിയ ചെറിയ വാദങ്ങളുണ്ട്. അല്ലാഹുവിന് പുറമെ കള്ളക്കറാമത്തിന്റെ കഥകൾ പറഞ്ഞ്, അതേപോലെ തന്നെ കള്ളൗലിയാക്കളെ എഴുന്നള്ളിപ്പിച്ച് ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത തനി ശിർക്കനാശയങ്ങൾ നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനായ നമ്മുടെ മമ്പ മൂത്തേടം സ്വദേശിയായ നമ്മളൊക്കെ അറിയപ്പെടുന്ന ആ ഉസ്താദിന്റെയൊക്കെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. ഇസ്ലാമിന്റെ വഴികളിൽ നിന്ന്, സനാതന മൂല്യങ്ങളിൽ നിന്ന്, ഖുർആനും സുന്നത്തും പഠിപ്പിച്ച പരിപാവനമായ വഴികളിൽ നിന്ന് മനുഷ്യരെ തെറ്റിച്ച് ശിർക്കിന്റെ ചവറ്റുകൊട്ടയിലേക്ക്, അന്ധവിശ്വാസത്തിന്റെ നെടുമ്പറമ്പിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ട്
കൊണ്ടുപോകാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്, വിശ്വാസത്തിന്റെ കോട്ട കെട്ടേണ്ടതുണ്ട്, പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, അയൽപക്കങ്ങളിൽ, നമ്മുടെ നാടുകളിൽ തൗഹീദിന്റെ വലിയ ശബ്ദങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ ഉമർ മൗലവിയും അതേപോലെ MK ഹാജിയെ പോലെ, KM മൗലവിയെ പോലെ, അബ്ദുസ്സലാം മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, അങ്ങനെ മഹാരഥന്മാരായ നമ്മുടെ പൂർവികർ കഷ്ടപ്പാടിന്റെ, ഉപദ്രവത്തിന്റെ, ഭീഷണിയുടെ, പരിഹാസങ്ങളുടെ കൊടുങ്കാട്ടിലൂടെ തൗഹീദിന്റെ വഴി വെട്ടിത്തെളിച്ചു തന്നിട്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നമ്മൾ നിശബ്ദരായാൽ, നിഷ്ക്രിയരായാൽ, ദഅ്വാ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്നാൽ നമ്മൾ അടക്കമുള്ള സമൂഹം ഈ അന്ധവിശ്വാസങ്ങളുടെ, ശിർക്കിന്റെ കടുത്ത ഇരുട്ടിൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് ഈ സമ്മേളനം ഒരു തുടക്കമാവട്ടെ. നമ്മുടെ പ്രദേശങ്ങളിലെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു തുടക്കമായി ഈ സമ്മേളനം മാറട്ടെ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹം. ആ സമൂഹത്തിന്റെ അടയാളമായിട്ട് അല്ലാഹു പറഞ്ഞത് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം, നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം, ചീത്തയായ കാര്യങ്ങൾ അരുതെന്ന് പറയണം. അത് നിങ്ങൾ എപ്പോൾ പറയുന്നുവോ അപ്പോഴാണ് നിങ്ങളൊരു ഉത്തമ സമൂഹമാവുക എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രബോധനത്തിന്റെ മേഖലയിൽ സജീവമാവുക, പ്രബോധന പ്രവർത്തനങ്ങളെ സജീവമാക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ ഇസ്ലാമിന്റെ മനോഹരമായ ശബ്ദമെത്തിക്കാൻ കഠിനമായി പരിശ്രമിക്കുക. അള്ളാഹുവിന്റെ സ്വർഗത്തെ സ്വപ്നം കാണുക, നരകത്തെ മറ്റെന്തിനേക്കാളേറെ പേടിക്കുക. നമ്മുടെ മക്കളടക്കമുള്ള നമ്മുടെ യുവാക്കളെ, നമ്മുടെ യുവ സമൂഹത്തെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹുവിന്റെ ദീനുമായി ചേർത്ത് നിൽക്കാൻ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.